നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പല സിനിമകളും പല നോവലുകളും ഓരോ ജീവിതം തന്നെയാണ്. ചില സിനിമകൾ ജീവിതം തന്നെയാകും, ചിലപ്പോൾ ചില ജീവിതങ്ങളും സിനിമകളുമായി മാറാറുണ്ട്. ജീവിതം പഠിപ്പിക്കും മണലാരണ്യങ്ങളിൽ കുടുംബത്തിനായി കഷ്ടപ്പെടുവാനെത്തുന്ന പലരും സ്പോൺസർമാരുടെ തട്ടിപ്പിന് ഇരയായ കഥകൾ പലതും നാം വാർത്തയിലൂടെ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവർ എംബസിയുടെ കനിവോടുകൂടി നാട്ടിൽ എത്തിയിട്ടുമുണ്ട്. എന്നാൽ കേൾക്കുന്നവരുടെ നമ്പരമായി മാറുന്ന ഒരു പ്രവാസിയുടെ ജീവിതം പ്രവാസികൾ അറിയാനായി, ഒപ്പം എംബസിക്കും. വാർത്തയിലേക്ക്. കൂട്ടുകാരന്റെ ബന്ധു നൽകിയ വിസയിലാണ് അൻഷാദ് എന്ന പ്രവാസി മലയാളി 2 വർഷം മുമ്പ് സൗദിയിലെ റിയാദിലെത്തിയത്. വീട്ടുജോലി എന്ന് വിശ്വസിച്ചെത്തിയപ്പോൾ കിട്ടിയത് ഒട്ടകങ്ങളെ പരിപാലിക്കുന്ന ജോലിയായിരുന്നു. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും നിർവഹിക്കുവാൻ സൗകര്യമില്ലാത്ത ടെന്റിലായിരുന്നു താമസം. കടുത്ത ജോലി ഭാരത്തിനൊപ്പം സ്പോൺസറുടെ ക്രൂര മർദ്ദനങ്ങളും കൂടെ എത്തി. ഇതോടെ അൻഷാദ് പ്രാകൃത രൂപത്തിലായി. രക്ഷപ്പെടാനായി ഒരാഴ്ച മുമ്പ് 90 കിലോമീറ്റർ മരുഭൂമിയിലൂടെ നടന്ന് ഒരു പോലീസ് സ്റ്റേഷനിലെത്തി. എന്നാൽ സ്പോൺസറെ വിളിച്ചു വരുത്തി അയാൾക്കൊപ്പം തിരിച്ചയക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. ഇത് കടുത്ത നീതി നിഷേധം തന്നെയായിരുന്നു. ബെന്യാമിന്റെ ആടുജീവിതം നോവലിലെ നജീബിന്റെയും ഹക്കീമിന്റെയും കഥയല്ലിത്. അമ്പലപ്പുഴ കാക്കാഴം സ്വദേശി അൻഷാദിന്റെ ഈ ദുരിത കഥ വിവരിക്കുന്നത് വാപ്പ ജലാലുദ്ദീനും ഉമ്മ ലൈലയും ഭാര്യ റഷീദയുമാണ്. അവർ വർഷങ്ങളോളം പട്ടിണിയിലാണ്, ഒപ്പം അൻഷാദിനായി കാത്തിരിപ്പിലുമാണ്. അൻഷാദിനെ റിയാദിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലെത്തിക്കണമെന്ന ആവശ്യത്തിനായി അവർ അധികൃതരുടെ മുന്നിൽ കേഴുകയാണ്. റിയാദിലുള്ള സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് ഇന്ത്യൻ എംബസിയിലും സൗദി അധികൃതർക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും നേടാമെന്ന പ്രതീക്ഷയിലാണ് കടം വാങ്ങിയ 80,000 രൂപയ്ക്ക് വിസ സംഘടിപ്പിച്ച് അൻഷാദ് സൗദിയിലേക്ക് പോയത്. എന്നാൽ സൗദി പൗരന്റെ വീട്ടിൽ അതിഥികൾക്ക് ചായയും പലഹാരവും നൽകുന്ന ജോലിയാണെന്ന് വിശ്വസിപ്പിച്ചാണ് കൂട്ടുകാരന്റെ ബന്ധു വിസ നൽകിയത് തന്നെ. 2017 ഒക്ടോബർ 18 സൗദിയിലെത്തിയത്. അൻഷാദ് പോകുന്ന സമയത്ത് ഭാര്യ റാഷിദ ഗർഭിണിയായിരുന്നു. മകൻ ഉമറുൽ ഫാറൂഖിന് ഇപ്പോൾ 2 വയസ്സായിരിക്കുകയാണ്. ഇതുവരെ വാപ്പ കുട്ടിയെ കണ്ടിട്ടില്ല. താടി നീട്ടി വളർത്തിക്കണ്ടാൽ തിരിച്ചറിയാത്ത രൂപത്തിലാണിപ്പോൾ അൻഷാദ് എന്ന് ഭാര്യ റാഷിദ പറയുന്നു. ഇതോടൊപ്പം തന്നെ 2 വർഷമായി ശമ്പളം ലഭിച്ചിട്ട്. സ്പോൺസർ കാണാതെ അൻഷാദ് ഫോണിൽ വിളിക്കുമ്പോഴാണ് വീട്ടുകാർ വിവരങ്ങൾ തന്നെ അറിയുന്നത്. 4 മാസം മുമ്പാണ് ഭാര്യയെ അൻഷാദ് അവസാനമായി വിളിച്ചതെന്നാണ് റാഷിദ വ്യക്തമാക്കുന്നത്. സ്പോൺസർ ഫോൺ പിടിച്ചു വച്ചിരിക്കുകയാണെന്നാണ് അൻഷാദ് വ്യക്തമാക്കുന്നത്. അൻഷാദിനെ മോചിപ്പിച്ച് നാട്ടിലെത്തിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, കേന്ദ്ര വിദേശകാര്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകുമെന്ന് ബന്ധുക്കളും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം UM കബീറും വ്യക്തമാക്കുകയുണ്ടായി.